നമ്മൾ സഫായിൽ നിന്ന് തുടങ്ങി മർവായിലേക്കുള്ള നടത്തം ആരംഭിക്കുമ്പോ ആ സഫാ കുന്നിന്റെ ഭാഗത്തുണ്ടായിരുന്നു അർഖം ഇബ്നു അബിൽ അർഖം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു ടീനേജുകാരൻ താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു. അർഖം ടീനേജുകാരനായിരുന്നു. ചരിത്രം പഠിക്കണം. ആരായിരുന്നു അർഖം ഇബ്നു അബിൽ അർഖം? 16 വയസ്സിലാണെന്നും 12 വയസ്സിലാണെന്നും ഇനി ഏതോ ആകട്ടെ ടീനേജ് പ്രായത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുത്തു മുസ്തഫായുടെ അനുയായിയായ അർഖം. ആ അർഖം താമസിച്ചിരുന്ന വീടാണ് ദാറുൽ അർഖം. അവിടെ പലപ്പോഴും ആരുടെയും അത്ര ശ്രദ്ധയെത്താത്തൊരു സ്ഥലമായിരുന്നു അന്ന്. അവിടെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച ഏതാനും വരുന്ന അണികളെയും കൊണ്ട്, വളരെ വിരലിലെണ്ണാവുന്ന ആളുകളെയും കൊണ്ട് മുത്തു മുസ്തഫ ഒത്തുകൂടും ദാറുൽ അർഖം എന്ന് പറയുന്ന കേന്ദ്രത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യും? റഹ്മാനായ റബ്ബിങ്കൽ എന്ന് അപ്പോൾ അവതരിച്ചുകൊണ്ടിരിക്കുന്ന വഹീന്റെ ഓരോ കാര്യങ്ങൾ തന്റെ മുന്നിലിരിക്കുന്ന വിരലിലെണ്ണാവുന്ന അണികൾക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുക്കും, അത് വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ ഇസ്ലാമികമായ പല വിധത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുവാൻ ആദ്യ കാലഘട്ടത്തിലെ രഹസ്യ പ്രബോധനത്തിന് വേണ്ടി ഒരു രാജ്യത്തെ മുഴുവൻ അല്ല, ദിഗന്ധങ്ങളെ മുഴുവനും അതിജയിക്കുന്ന ഇസ്ലാം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ തുടക്കമുണ്ടായത് ഒരർഖമിന്റെ വീട്ടിൽ വെച്ച്, ദാറുൽ അർഖമിൽ വെച്ചാണ് മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭം കുറിച്ചത്. അതിന്റെ സന്തതിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങാടിയിലെ കൂലിത്തല്ലുകാരനും ഗജപോക്കിരിയുമായി അറിയപ്പെട്ടിരുന്ന മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വരവോടുകൂടി കുറച്ചാളുകൾ പൂർത്തിയായതിന്റെ ശേഷമാണ് ആ രഹസ്യ പ്രബോധനം നടന്നിരുന്ന കേന്ദ്രത്തിൽ നിന്ന് ഇനി ഇറങ്ങാൻ മുഹമ്മദ് നബിയെ റഹ്മാനായ റബ്ബിന്റെ കൽപ്പന വന്നു. ഫസ്ദഅ് ബിമാ തുഅ്മർ വഅഅ്രിദ് അനിൽ മുശ്രിക്കീൻ. ഓ നബിയെ, കൽപ്പിക്കപ്പെട്ട കാര്യം ഇനി അങ്ങ് പരസ്യമായി പ്രഖ്യാപിച്ചേക്ക്. ഇനി ഇതിന്റെ അകത്തിരുന്നു കൊണ്ട് പറയേണ്ടതല്ല, ഇത് ലോകം കേൾക്കേണ്ടതാണ്, ഇത് ലോകം മുഴുവനും കേൾക്കേണ്ടതാണ്. ഇത് അറബികൾക്ക് മാത്രമുള്ളതല്ല, ഇത് ഏതെങ്കിലും ഒരു കളറുള്ളവർക്ക് മാത്രമുള്ളതല്ല, ഏതെങ്കിലും ഒരു ഗോത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഹുദല്ലിന്നാസ്, സർവ മനുഷ്യർക്കും വേണ്ടിയുള്ള മാർഗദർശനത്തിന്റെ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഇനി താങ്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യമില്ലേ, അതങ്ങ് കൃത്യമായി പറഞ്ഞേക്കണം. അതിനെതിരെ ഭീഷണിയുമായി വരുന്നവരെ അവഗണിച്ചേക്ക്. റബ്ബിന്റെ കാവലുണ്ടാകും നിങ്ങൾക്ക്.